ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് പോത്തീസിൽ പോവാണ്. കുറച്ച് ഓണം ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ ഇവിടെ പോയി നോക്കാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോണേ, അതുകൊണ്ട് കളക്ഷൻസിനെ പറ്റിയൊന്നും അറിയില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങാം. സോ അത് കഴിഞ്ഞിട്ടും വേറെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എല്ലാം വഴി കാണിച്ചു തരാം. വെൽക്കം ടു മൈ വ്ലോഗ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. നമ്മൾ എത്തിയപ്പോൾ തന്നെ ബസ് കിട്ടി. 342 Fലാണ് നമ്മൾ പോയത്. അങ്ങനെ മൈസൂർ ബാങ്ക് സർക്കിളിൽ ഇറങ്ങിയത്. അവിടെ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു 300 to 400 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ നടക്കണ വഴി കുറേ കുഞ്ഞു ഷോപ്പൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കയറി നമ്മൾ ഡയറക്റ്റ് പോത്തീസിലേക്കാണ് പിന്നെ പോയത്. പോത്തീസിലേക്ക് പറയുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കളക്ഷൻസ് നമ്മളെ നാട്ടിലത്തേലും വെറൈറ്റി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. അതായത് നാരായണി പട്ട് അതുപോലത്തെ സാരീസാണ് ഇവിടെ കൂടുതൽ. അതായത് ഒരു തമിഴ് ടച്ച് വരുന്ന സാരീസായിരുന്നു കൂടുതൽ. നമ്മളെ നാട്ടിൽ കല്യാണത്തിലൊന്നും ഇങ്ങനത്തെ സാരി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വില കുറച്ച് കുറവായിരുന്നു. പക്ഷെ നമ്മളെ നാട്ടിലത്തെ മോഡൽ സാരീസ് ഇവിടെ കുറവാണ്. കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന ഇങ്ങനെ നാരായണി പട്ട്, പിന്നെ കുറേ പട്ട് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഈ 2 സാരിയിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ എടുത്തത് ഏതായിരിക്കും ഗൈസ്, കമൻറ്റ് ചെയ്യണേ. പിന്നെ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൽ ആ മഞ്ഞ ഡോട്ട് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. എനിക്കതെന്തോ ഭംഗിയുണ്ടാവും തോന്നില്ല. ഞാൻ സാരി ആയിട്ട് ഉടുക്കാനല്ല വാങ്ങിയത്. എനിക്ക് ധാവണിയോ പാവാടയും ബ്ലൗസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കാനായിരുന്നു. സോ എനിക്ക് ആ ഡോട്ട് വരണതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഒരുപാട് വെറൈറ്റി സാരീസ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കാണിച്ച 2 സാരി ആയാലും എല്ലാത്തിനും 1000 രൂപ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ സെറ്റ് മുണ്ട് നോക്കി. സെറ്റ് സാരിക്ക് വില ശരിക്കും കുറവായിരുന്നു. 400 ആയിരുന്നു സ്റ്റാർട്ടിങ്. പക്ഷേ ഈ സെറ്റ് മുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇത് ഭയങ്കര റേറ്റ് ആയിരുന്നു. 1400 എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലും കുറവ് റേറ്റിൽ സെറ്റ് മുണ്ടൊക്കെ നമ്മൾ നാട്ടിൽ കിട്ടും. അതുകൊണ്ട് കുറച്ച് സമയം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ നേരെ പോയത് മേളിക്കായിരുന്നു കട്ട് പീസ് നോക്കാൻ വേണ്ടി. പക്ഷെ കട്ട് പീസിനായാലും നമുക്ക് വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നുമില്ല. നാട്ടിലത്തെ സെയിം പ്രൈസ് തന്നെയാണ് ഇവിടെയും. പക്ഷേ കുറച്ചും കൂടി കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് വേണ്ടത് നാട്ടിൽ കിട്ടുന്ന സെയിം മെറ്റീരിയൽ തന്നെ ആയതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കി നടന്നു. വില ഓൾമോസ്റ്റ് ഇതിനൊക്കെ സെയിം ആയിരുന്നു. പിന്നെ ഇവിടെ തന്നെ ആക്സസറീസ്, കമ്മൽ, മാല, ബാഗ്, വാലറ്റ് അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട്. പക്ഷെ അതൊക്കെ നല്ല വിലയുണ്ടായിരുന്നു അതിനൊക്കെ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ. ഒരു മാല ഇഷ്ടപ്പെട്ടു. പക്ഷെ മാലയ്ക്ക് നല്ല പൈസ ആയതുകൊണ്ട് പിന്നെ അതെടുത്തില്ല. പിന്നെ നമ്മൾ പോയ സെക്ഷൻ നൈറ്റ് വെയേഴ്സ് ആയിരുന്നു. അവിടെ നിന്നൊന്നും പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയി ബില്ലൊക്കെ ചെയ്ത് ഇങ്ങനെ കുറച്ചൊന്നും കറങ്ങി ചുമ്മാ ചുരിദാർ സെക്ഷനൊക്കെ നോക്കി. ചുരിദാർ സെക്ഷൻ ആക്ച്വലി നല്ലതായിരുന്നു. ബൈ 1 get 1 ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ല് പേ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോത്തീസിൽ തന്നെ കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകേണ്ടതുകൊണ്ട് കുറേ റെസ്റ്റോറൻറ്റ്സൊക്കെ തപ്പി. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ തൊട്ടപ്പുറം സ്വിഗ്ഗിയിൽ നോക്കിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ പോയത് ഇമ്പീരിയൽ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ഇത് കുറച്ചൊരു മലയാളി ടച്ചുള്ള ഫുഡെന്ന് വെച്ചിട്ടാണ് പോയത്. ഫുഡ് നല്ലതായിരുന്നു, പക്ഷെ പൈസ കൂടുതലായിരുന്നു. ശരിക്കും അത്ര പൈസക്കൊന്നും ഇല്ല. പിന്നെ അവിടെ വേറെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് നമുക്ക് നൈക്കയിലായിരുന്നു പോകേണ്ടത്. അപ്പോൾ നമുക്ക് തിരിച്ച് വരുകയും വേണം. അപ്പം നമ്മൾ മന്ത്രി സ്ക്വയർ മാളിലേക്ക് പോയി. അതാകുമ്പം അവിടെ നിന്ന് സെക്കൻഡ് ഫ്ലോറിൽ മെട്രോയും ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിൽ നൈക്കയും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി നടക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്നിങ്ങനെ ട്രാൻസിക്കൊക്കെ കയറി നടന്നു.
പിന്നെ നമ്മൾ മാക്കിൽ കയറി. പക്ഷെ മാക്കിൽ നമ്മളെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടിപ്പുറ നൈക്കി ഉണ്ടായിരുന്നു, നൈക്കിൽ കയറി. അവിടെ നിന്ന് നമ്മൾ 2-3 ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അതൊക്കെ ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ നമ്മൾ നേരെ മെട്രോയിലേക്ക് കയറി. പിന്നെ നമ്മൾ സ്ഥലത്തെത്തി. നമ്മൾ അകരെയായിരുന്നു ബസ് ഇറങ്ങിയത്. അവിടെ നിന്ന് നേരെ ഓട്ടോയിൽ പോയി. ശരിക്കും ഓണം ഷോപ്പിങ്ങിനായിരുന്നു പോയത്, പക്ഷെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. നാട്ടിൽ നിന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇതൊരു കുട്ടി ഓണം ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.